ആശാ വർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള അവരുടെ സമരം തിരുവനന്തപുരത്ത് തുടരുകയാണ്. 2 ദിവസമായി അന്തരീക്ഷത്തിലുള്ള ഒരു വാർത്തയാണ്. ഈ സമയത്താണ് ഒരുപാട് വലിയ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയൊക്കെ ഏതാണ്ട് അടുത്ത ഗഡുവെല്ലാം അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അതിനേക്കാൾ മേലെ ഉള്ള കുറേ എംമാർക്കുള്ള പണം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ KV തോമസ് മാഷിൻ്റെ ഒരു മാസം 5 ലക്ഷം രൂപയാണ് തോമസ് മാഷിന് കൊടുക്കുന്നത്. അതൊരു 11 ലക്ഷത്തിലേക്ക് വരെയാണ്. ഇത്തരം കൂടുതൽ യാത്ര എന്താണ് മാഷിന് അവിടെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യാത്ര കൊണ്ട് എന്തു ഗുണം കേരളത്തിന് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഹൈക്കോടതിയിലുള്ള പ്ലീഡർമാർക്കുള്ള PSC ചെയർമാന് നരേന്ദ്രമോദിയേക്കാളും കൂടുതൽ ശമ്പളമാണ്. നരേന്ദ്രമോദിക്ക് ഒരു മാസം കിട്ടുന്ന ഒരു ഓണറേറിയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനത്തിനുള്ള പണത്തേക്കാൾ കൂടുതൽ പൈസ PSC ചെയർമാന് കിട്ടുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയപരമായിട്ട് നിയമനം കൊടുത്തവർ ഗവൺമെൻറ് പ്ലീഡർമാരാണെങ്കിലും PSC ചെയർമാനും PSC മെമ്പർമാരും ഇത് KV തോമസ്, ഇതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ്. അവർക്കുള്ള ശമ്പളം, ഈ ശമ്പളം കൂടുമ്പോൾ തന്നെ അവരുടെ പെൻഷനും സ്വാഭാവികമായിട്ടും കൂടുന്നു. അപ്പോൾ അവർക്കുള്ള കൊടുക്കാവുന്നത് മാക്സിമം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് നമ്മൾ ആ വീട് കേട്ടു തുടങ്ങിയത്, കടുംവെട്ട് എന്നുള്ള പദം ആദ്യമായിട്ട് കേരളത്തിന് ഈ കാര്യത്തിന് സംഭാവന ചെയ്ത ആരാന്നറിയോ? മുരളീധരനാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ആദ്യം തന്നെ ഇതെന്താ കടുംവെട്ടാണോ? ഈ കടുംവെട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനം നമ്മൾ ഈ റബ്ബറൊക്കെ ഈ സോർട്ടർ ചെയ്യാൻ ഇതാവുമ്പോൾ അവസാനം കടുംവെട്ട് വിടും. അവിടെ ഇവിടെയൊക്കെ കൂടിയിട്ട് വെട്ടി മാക്സിമം ഊറ്റിയെടുക്കുക. ഒരു ചിരട്ട മുകളിലുണ്ടാവും, ഒരു ചിരട്ട താഴെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്ന് വെച്ചാൽ അതുപോലെ മാക്സിമം ഊറ്റ. ഇത് ശരിക്കും ധൂർത്തോ കടുംവെട്ടോ എന്ന് നമ്മൾ പറയാനുള്ള ഒരു കാരണം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം കേരളം ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ധൂർത്താണോ എന്ന് ചോദിച്ചാൽ ധൂർത്താണ്, കടുംവെട്ടാണോ എന്ന് ചോദിച്ചാൽ കടുംവെട്ടാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത പ്രാവശ്യം ഈ ഭരണം ഇത് മൊത്തമായിട്ടങ്ങ് ഊറ്റി പോവുക. അത് മാത്രമല്ല, ഇവർക്കൊക്കെ ജീവിക്കണ്ടേ? ഇത്രയും നാളും പാർട്ടിയോടൊപ്പം എന്ന ഈ ശിങ്കടികളായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പെൻഷനായിട്ടും അതും ഇതുമായിട്ടൊക്കെ അവർക്ക് 6 വർഷം ഇതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പെൻഷനാണ് എൻ്റെ ഇത് കേരളത്തിന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇപ്പൊ UP ഇവര് പറയുന്നുണ്ട്, UPയിലേക്ക് നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇവര് പറയുന്നുണ്ട് UPയിൽ പെൻഷൻ ഇല്ല, പല സ്ഥലങ്ങളിൽ പെൻഷൻ ഇല്ല. ഈ ശമ്പളം കിട്ടി പോകലിട്ട് അവന് പോവാം. അവന് പണിയെടുത്ത സമയം അവന് മാന്യമായിട്ടൊരു വേതനം കൊടുത്തു. ഇത്രയല്ല, മാന്യമായിട്ടൊരു വേതനം കൊടുത്ത് അവനെ ഈ സ്ഥാനത്തിരുന്ന ഒരാള്, ഞാൻ അങ്ങനെ ആളായിട്ട് ഇരുന്നുണ്ടെന്ന് അവന് പറയാം. അല്ലാണ്ട് പെൻഷൻ ഇല്ല. ഇപ്പൊ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഇല്ല. കേന്ദ്രമന്ത്രിസഭയിലൊന്നും ഡെപ്യൂട്ടേഷനിൽ വരുന്ന സ്റ്റാഫുകളല്ലാതെ ഇവർക്കൊന്നും ഇവര് നിന്നാലും ഇവർക്ക് പൈസ കൊടുത്താലും പെൻഷൻ ഇല്ല. അപ്പോൾ ഇത് കേരളത്തിന് മാത്രമേ ഉള്ളൂ ഈ ആചാരം. ഇതിപ്പോൾ സംഭവിക്കാൻ പോണെന്താ? ഇപ്പോൾ അടുത്ത പ്രാവശ്യം LDFന് തുടർഭരണം കിട്ടില്ല, കടും വെട്ടി ദൂർത്തും കാണിച്ച് ഇവർ ഇറങ്ങിപ്പോയാൽ അടുത്ത പ്രാവശ്യം UDFന്റെ ആണെങ്കിൽ അവരുടെ കുറെ ആൾക്കാർ വന്നിട്ട് ഇവർക്ക് ഇന്നോവയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതേ ശമ്പളം കിട്ടും. അല്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ചിങ്കിടിമാർ കിട്ടിയ പൈസ നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾക്ക് കുറയ്ക്കുകയാണ്, നിങ്ങളുടെ പരിപാടി നിർത്തിക്കോ, ഞങ്ങൾ കുറയ്ക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ്, വെള്ള ഷർട്ടുധാരികളാണ്, കൊഞ്ഞനും കുത്തി കാണിക്കും. തോമസ് ഐസക്കിനും ഉണ്ടല്ലോ ഇപ്പോൾ ഒരു പദവി കൊടുത്തിട്ടുണ്ട്, അതിന് ഇന്നോവയും കൊടുത്തിട്ടുണ്ട്, ഡ്രൈവറും ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ആവശ്യത്തിനും വണ്ടി ഇന്നോവകൾ ഇങ്ങനെ ഇന്നോവ മേടിക്കാൻ പുതിയ വകയിരുത്തിയിട്ടുണ്ട്. 100 കോടി രൂപ. അതെ, ഈ 100 കോടി രൂപ മതി ക്ഷേമ പെൻഷന്റെ അല്ല ഈ അക്ഷയക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ. ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താ പറയാ, ജനങ്ങളും സർക്കാരുമായിട്ടുള്ള ഒരു ബന്ധപ്പെടുത്തുന്ന ഒരു സാധനം. ഇവര് ഇപ്പൊ പല സംസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മളവിടെ ചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ സബ്സിഡി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് വേണ്ട ഉപദേശം തരികയൊക്കെ ചെയ്യുന്നതും ഗവൺമെന്റിന്റെ പദ്ധതികൾ നമ്മുടെ അടുത്തെത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ആശാ വർക്കർമാർ, പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ. ഇവരെയാണ് സർക്കാർ തീരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. തീരെ മൈൻഡ് ചെയ്യാതില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ ജോർജ് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് കൂടുതൽ കൊടുക്കുന്നതെന്ന്. ഈ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുജറാത്തിൽ ഒരു കെട്ടിടപ്പണിക്കാരന് കിട്ടുന്നത് 260 രൂപ, കേരളത്തിൽ 1200 രൂപ. അതുകൊണ്ടാണല്ലോ ബംഗാളികൾ. അതെ, അല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ ഈ കമ്പയർ ചെയ്തിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എത്ര തരാണ്ട് എന്ന് എപ്പോഴും എന്ത് പറഞ്ഞാലും അവസാനം പറയുന്ന പൈസ കിട്ടൂല. അതെ,
അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാർ തന്ന പൈസ മര്യാദയ്ക്ക് ചെലവാക്കാതെ ഇരിക്കുന്നതുകൊണ്ട് പലപ്പോഴും പൈസ കിട്ടാത്ത അവസ്ഥകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞതാ. കേന്ദ്ര സർക്കാർ ഇത് 90 കോടി അനുവദിച്ചാൽ കേരള സർക്കാർ ചെലവാക്കുന്നത് 42. ഇവര് സമരം ചെയ്യാൻ റെഡിയാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ചെന്ന് അവിടെ KV തോമസ് മാഷ് ഫ്ലെക്സ് ബാനറുകളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചോളും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെന്നാൽ മതി, അവിടെ സമരം ചെയ്യുന്നതായിരിക്കും ഇവരുടെ പ്ലാൻ. പക്ഷേ ഇത് പറച്ചിൽ മാത്രമുള്ളൂ, ഒരു സമരം ചെയ്യാനുള്ള യാതൊരു മൗലിക അവകാശവും കേരളത്തിലില്ല ഈ കാര്യത്തിൽ. ഇവരുടെ പ്രശ്നം ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ ആകെ കാണുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവർത്തന രീതി, അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, ചെറിയ കുട്ടികൾ, അതുപോലെ വയസ്സായിട്ടുള്ള ആളുകൾ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആശാവർക്കർമാരുടെ ഒരു സേവനം അത് പറയേണ്ടതാണ്. ഈ ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാരുടെ ഇവരൊക്കെയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ശമ്പളം മേടിച്ച് മാന്യമായി സംസാരിച്ച ആളുകളോട് ഇടപെടുന്ന ആൾക്കാരെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത്. അവരുടെ ഒരു പ്രശ്നമാവുമ്പോൾ, അതും ഒരു തൊഴിലാളി പാർട്ടി ഭരിക്കുമ്പോൾ, ഈ സാധാരണ ജനങ്ങൾ അവരെ കാണുന്ന രീതി നോക്കുമ്പോൾ ഈ പാർട്ടി അവരുടെ ഒരു പ്രശ്നത്തിന്, ഈ ഒരു സർക്കാർ അവരൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതെ, കാരണം ഇവർക്ക് കിട്ടുന്നൊരു ഇപ്പോൾ നമ്മൾ PSC ചെയർമാൻ ആയാലും മറ്റുള്ളവർക്കായാലും കിട്ടുന്ന പൈസ എന്ന് പറയുന്ന 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും 3 ലക്ഷത്തിന് അല്ല, അത് വളരെ തുച്ഛമായ സംഖ്യയാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അതേസമയത്ത് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ 100 കോടി ആയാലും കൊടുത്തു കഴിഞ്ഞാൽ 100 കോടി അതേപോലെ തന്നെ നമുക്കിവിടെ മാർക്കറ്റ് റോൾ ചെയ്യും പൈസ. അത് സംസ്ഥാനത്തിനാണ് ഏറ്റവും ഗുണകരമായിട്ട് തീരുന്നത്. അല്ലാതെ ഈ പൈസ മുഴുവൻ ഖജനാവിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ചെലവാക്കുന്ന ഇങ്ങനത്തെ ആൾക്കാരിലൂടെ ചെലവാക്കുമ്പോഴാണ് സംസ്ഥാനത്ത് അതിനകത്ത് ആൾക്കാരുടെ മേടിക്കാനുള്ള കൂടും. അതനുസരിച്ച് ഇവിടെ സംസ്ഥാനത്ത് പൈസ റോൾ ചെയ്യും. അതേസമയത്ത് ഈ 1.5 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്ക്, 2-3 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പകുതി അവർ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാനേ നോക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു അവസ്ഥയല്ല ഇപ്പോഴത്തെ ഒരവസ്ഥ, പൂർണ്ണമായിട്ടും മാറി. അപ്പോൾ ഇവിടെ ഒരു കപ്പൽ ഉലയില്ല സാർ എന്ന് പറഞ്ഞതുകൊണ്ട് സാറായ മേഡം എൻ്റെ പഴയ സഹപ്രവർത്തകയാണ്. പക്ഷെ അവരൊക്കെ വരുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരും. അവർ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോഗ്യ മേഖലയിലെ പല കാര്യങ്ങളും, ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയതും, ഒരു ജനറേറ്ററിൽ അടിക്കാൻ പെട്രോൾ ഇല്ലാത്ത, ഡീസൽ ഇല്ലാത്ത കാരണം ടോർച്ചടിച്ചിട്ടാണ് എന്തോ ചെയ്തു എന്നുള്ള വാർത്തകൾ വരും. അല്ല, ഇവിടെ ഇപ്പൊ നമുക്ക് താഴേക്കിടയിൽ സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു. ഇവിടെ മുഴുവൻ വന്യമൃഗാക്രമണം നടക്കുമ്പോൾ അതിനെ പിടിക്കാൻ പോകാനുള്ള, ഇന്ധനം അടിക്കാനുള്ള കാശ് ഫോറസ്റ്റുകാരുടെ കയ്യിലില്ല എന്നുള്ളത്. അപ്പൊ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ആവശ്യങ്ങൾക്കൊന്നും സർക്കാരിന്റെ കയ്യിൽ ഇപ്പൊ കാശില്ലാത്തൊരവസ്ഥയാണ്. അതാണ് ധൂർത്താണോ അതോ? അതെ, ധൂർത്ത് കടുംപെട്ടും അതിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ പോരാത്തതിന് നമുക്കറിയാം കിഫ്ബിക്ക് ടോള് വരാൻ പോവാ. ഇപ്പം ഇത് നടക്കുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. നല്ല കാര്യമാണ്. ഇവിടുത്തെ ഫണ്ടുകളൊക്കെ, സാധനങ്ങളൊക്കെ. നമ്മുടെ ജയശങ്കർ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേരളത്തിൽ ആകെ വരുന്നൊരു വ്യവസായം അപവാദ വ്യവസായം മാത്രമേ ഉള്ളൂ. ബാക്കി അതിനുള്ളൊരു സ്പേസ്, വ്യവസായത്തിനുള്ളൊരു സ്പേസ് കേരളത്തിൽ വേണം. വ്യവസായം എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണുന്നതല്ലല്ലോ. ഇവര് പറയുന്ന MSME എന്ന് പറയുമ്പോൾ അതിനകത്ത് മുറുക്കാൻ കട മുതൽ ബാർബർ ഷോപ്പ് വരെ ഉള്ള 3 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം നമ്മൾ ഇവിടെ വിളിച്ചിരിക്കുന്ന വലിയ വലിയ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാരും മിക്കവാറും എല്ലാവരും ചെയ്യുന്ന വ്യവസായമല്ല, ഒരു ബിസിനസ്സാണത്. ഇൻഡസ്ട്രി എന്ന് പറയാൻ വയ്യ, ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഇപ്പം ആസ്റ്റർ ആശുപത്രി, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനത്തെ ഈ യൂസഫ് അലി ചെയ്ത് ലുലുലൊരു മാള് വെച്ചോളൂ. അതിന്റെ അത് കുറെ പീഡിയാണത്, പീഡിയ വ്യവസായം. രവിപിള്ള എന്ന് പറയുന്ന അദ്ദേഹം റിസോർട്സും ബാക്കിയുള്ള കാര്യങ്ങളും. ഇവരൊരു ആസ്റ്ററിന്റെ ഹോസ്പിറ്റൽസ്, ഇങ്ങനെ ഇതൊക്കെയാണ് വ്യവസായം എന്നല്ലല്ലോ. ഇതിനും നമുക്ക് വ്യവസായം എന്നല്ലല്ലോ പറയുന്നത്, ഇത് ബിസിനസ്സാണ്. അപ്പൊ അവര് ബിസിനസ് ചെയ്യാനുള്ളൊരു ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ ഇപ്പൊ സർക്കാർ ചെയ്യേണ്ടത് അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിൽ വളരെ പുറകില്ല. ഇപ്പൊ കിഫ്ബി വന്ന് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, അതിനി ടൂള് മേടിക്കാൻ തുടങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസം ആണെങ്കിലും രാജ്യസഭ പറയുന്നത് കേട്ടോ, കേരള സർക്കാരിന് 2111 കോടി കേരള സർക്കാരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇതുവരെ റെയിൽവേക്ക് സ്ഥലം എടുത്ത് കൊടുത്തിട്ടില്ല. ഈ ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇപ്പൊ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോട്ട് നോക്കിയാൽ നമുക്കറിയാം, ആ ഇൻഫോ പാർക്കിൽ കുറേ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും വന്നിട്ടുണ്ട്, കമ്പനികൾ വരുന്നുണ്ട്. ലുലു അടക്കമുള്ള പ്രൊമോട്ടർമാർ അവിടെ ഈ ബിൽഡിങ്ങുകൾ വെച്ചിട്ടുണ്ട്, കമ്പനികൾക്ക് തുടങ്ങാം. പക്ഷെ അതിന്റെ ചുറ്റും അങ്ങോട്ടൊന്ന് വന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്.
രാത്രി 7 മണി കഴിഞ്ഞാൽ ബസ്സില്ല, ബസ് കയറി കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ എത്തണം, 2.5 കിലോമീറ്റർ എത്തണമെങ്കിൽ. അത്തരം ട്രാൻസ്പോർട്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇത്തരം കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യാതെ ഇവിടെ വ്യവസായം എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സർക്കാർ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചുമര് വേണം എന്നാലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുള്ളൂ. ഇതിനുള്ള കാശ് ചോദിച്ചാൽ അതിനുള്ള കാശ് സർക്കാരിന്റെ കയ്യിലില്ല. അപ്പോൾ വ്യക്തതയില്ലാത്ത ഒരു സംഭവമാണിത്. എന്തായാലും ധൂർത്തും കടുംവെട്ടും കാരണം നമ്മൾ സാധാരണക്കാരടക്കം വിഷമിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള വലിയൊരു ആശങ്ക സർക്കാരിൻ്റെ മേലിലുണ്ട്. മറ്റു വിഷയമായി വീണ്ടും ചേരാം. നമസ്കാരം.